Okay, turn with me to the Gospel of Luke, chapter 15. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് എന്നോടൊത്ത് തിരിഞ്ഞാലും. We are meditating from the story of the prodigal son. നാം മുടിയനായ പുത്രന്റെ കഥയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Now, last week I told you every parable is given with a divine purpose. എല്ലാ ഉപമയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ദിവ്യമായ ഉദ്ദേശത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നൽകിയിരിക്കുന്നത്. Jesus wanted to teach some heavenly things through these earthly stories. ചില ഭൗമികമായ കാര്യങ്ങളിലൂടെ സ്വർഗീയമായ പരമാർത്ഥങ്ങളെ യേശു വെളിപ്പെടുത്തുകയാണ് So ചെയ്യുന്നത്. in this story, in this parable, Jesus is trying to reveal who our heavenly Father is. ഈ ഉപമയിലൂടെയും യേശു വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വർഗീയ പിതാവ് And എപ്രകാരമുള്ളവനാകുന്നു. there are so many other things you can learn from this parable. ഈ ഉപമയിൽ കൂടി മറ്റനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. Anybody who is disconnected from the Father's fellowship, his life is going to be in doom. സ്വർഗീയ പിതാവിന്റെ കൂട്ടായ്മ വിട്ടുപോകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതം എന്ന് പറയുന്നത് പരമദയനീയമായിരിക്കും. And also this parable teaches us that if you are away from your relationship with our heavenly Father, you cannot have a successful life. മറ്റൊരു പരമാർത്ഥം നമ്മളെ ഈ ഉപമ പഠിപ്പിക്കുന്നത് സ്വർഗീയ പിതാവിന്റെ കൂട്ടായ്മ വിട്ടുപോകുന്ന ആർക്കും ജീവിതത്തിൽ വിജയമായി തീരുവാൻ സാധ്യമല്ല. And now the main point is, again Jesus says that if anybody goes like that, when he comes back to God, God is more than willing to take him back into his house. വേറൊരു കാര്യം കൂടി യേശു ഈ ഉപമയിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരു വ്യക്തി സുബോധം പ്രാപിച്ച് തിരുസന്നിധിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അവനെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെ പറ്റി. So here the Jesus is trying to explain who our heavenly Father is. നമ്മുടെ സ്വർഗീയ പിതാവ് ആരാണ് എന്നതിനെ കുറിച്ചാണ് യേശു ഈ ഉപമയിൽ കൂടി പ്രസ്താവിക്കുന്നത്. When Jesus tells this parable, there was a Jewish understanding or a common belief among the Jews that if anybody is gone away from God, his life is gone forever. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ ഉപമയെ വിശദീകരിക്കുന്നത്. ദൈവത്തിൽ നിന്നും ആരൊക്കെ അന്യം വിട്ടുപോകുന്നുവോ അവരുടെ ജീവിതമൊക്കെ പരമദയനീയമായിരിക്കും. That's what the Jews believed. അതായിരുന്നു യഹൂദന്റെ ചിന്ത. You know, they thought that there is no restoration for that type of people. യേശു ദൈവത്തിൽ നിന്നും മഞ്ഞപ്പെട്ടു പോകുന്ന ജനങ്ങൾക്ക് ഒരിക്കലും ഒരു യഥാസ്ഥാപനം സാധ്യമല്ല എന്നായിരുന്നു യഹൂദന്റെ ചിന്ത. So Jesus is teaching this a great truth that if you will repent and come back, our heavenly Father will restore you. പക്ഷേ അതിന് അപവാദമായി യേശു ഈ പരമാർത്ഥത്തെ സ്ഥാപിച്ചു. നീ മനം തിരിഞ്ഞ് ഈ ദൈവത്തിങ്കിലേക്ക് വരികയാണെങ്കിൽ ദൈവം നിന്നെ ഉറപ്പിക്കുകയും ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. And Jesus is bringing a practical day-to-day life story over here. ഇവിടെ വളരെ പ്രായോഗികമായ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് യേശു പറയുന്നു. When Jesus told this parable, everybody knew whom Jesus is mentioning about here. ഇവിടെ യേശു ഈ മുടിയനായ പുത്രന്റെ ഉപമയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു ആരെ കുറിച്ചാണ് യേശു പറയുന്നതെന്ന്. And I would like to, we were learning these days what is the testimony of the prodigal son about his father. തന്റെ പിതാവിനെ കുറിച്ചുള്ള മുടിയനായ പുത്രന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I think he is the best man to tell about his father. തന്റെ പിതാവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ അവനേക്കാൾ ഉത്തമനായ ഒരു വ്യക്തി വേറെയില്ല. Because the prodigal son has experienced many hidden nature of his father. കാരണം ഈ മുടിയനായ പുത്രൻ മറഞ്ഞിരിക്കുന്ന അനേകം സ്വഭാവ വിശേഷങ്ങൾ തന്റെ പിതാവിന്റെ സ്വഭാവ വിശേഷങ്ങൾ നമുക്ക് മുമ്പിൽ അനാവരണം The ചെയ്യുന്നു. older son doesn't have a clear understanding about the father because he don't have that type of experience. മൂത്തപുത്രനെ തന്റെ പിതാവിനെ കുറിച്ച് ഇത്തരം സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുവാൻ യോഗ്യതയില്ല. കാരണം അവൻ അത്തരമൊരു അവസ്ഥയിൽ ജീവിച്ച വ്യക്തിയല്ല. The prodigal son has a greater understanding about his father. പക്ഷേ മുടിയനായ പുത്രനെ തന്റെ പിതാവിനെ കുറിച്ച് വളരെ മേത്തരമായ ചില വെളിപ്പാടുകളുണ്ട്. He knows something his older brother doesn't know about his father. തന്റെ മൂത്തപുത്രനെ തന്റെ പിതാവിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത പലതും ഈ മുടിയനായ പുത്രൻ അറിയാം. And now we are asking the youngest son or the prodigal son, what do you have to tell about your father? അതുകൊണ്ട് തന്നെ നമുക്ക് ഇളയ പുത്രനായ അല്ലെങ്കിൽ ഈ മുടിയനായ പുത്രനോട് ചോദിക്കാം, നിന്റെ പിതാവിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനുള്ളത്? Last Friday he told us, my father is a forgiving father. കഴിഞ്ഞ ആഴ്ച അവൻ നമ്മളോട് സാക്ഷ്യം പറഞ്ഞു, എന്റെ പിതാവ് ക്ഷമിക്കുന്ന പിതാവാകുന്നു. And secondly he told us, my father is a restoring father. രണ്ടാമത് അവൻ നമ്മളോട് സാക്ഷ്യം പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന പിതാവാകുന്നു. There's a great difference between restoration and redemption. വീണ്ടെടുക്കലിനും യഥാസ്ഥാനപ്പെടുത്തലിനും വളരെ അജഗജാന്തരം വ്യത്യാസമുണ്ട്. Some people think that restoration and redemption are the same thing. ചിലർ ധരിച്ചു വശായിരിക്കുന്നത് വീണ്ടെടുക്കലും യഥാസ്ഥാപനവും രണ്ടും ഒന്നാണ് എന്നാണ്. In restoration there is redemption, but in redemption there is no restoration.
യഥാസ്ഥാപനത്തിൽ വീണ്ടെടുപ്പുണ്ട്, പക്ഷെ വീണ്ടെടുപ്പിൽ യഥാസ്ഥാപനം അടങ്ങിയിട്ടില്ല. It's not a theological jargon. I would like to explain what it is. ഞാൻ കേവലം ഒരു വേദശാസ്ത്രപരമായ തർക്കത്തിലേക്കല്ല, എന്താണ് എന്ന് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. I'm not playing with words here. ഞാൻ ഇവിടെ വാക്കുകളെ കൊണ്ടുള്ള ഒരു കളി ആഗ്രഹിക്കുന്നില്ല. Redemption is different from restoration. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യഥാസ്ഥാപനത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. Forgiveness is different. ക്ഷമ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. Redemption is different. വീണ്ടെടുപ്പിന് വ്യത്യാസമുണ്ട്. Restoration is different. യഥാസ്ഥാപനവും വ്യത്യസ്തം So തന്നെയാണ്. this morning you should have a clear understanding between all these three things. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. Many times we are confused between redemption and restoration. പലപ്പോഴും നാം വീണ്ടെടുപ്പിനെയും യഥാസ്ഥാപനത്തെയും കുറിച്ച് തെറ്റിദ്ധാരണ പുലർത്തുന്നവരാണ്. Redemption is saving something from decay. നശിച്ചു പോകുന്നതിൽ നിന്നും ചിലരെ ഉദ്ധരിക്കുന്നതാണ് വീണ്ടെടുപ്പ്. It can be a person or it can be a thing or anything. Redemption is saving something from decay or being destroyed. നശിച്ചു പോകുന്നതിൽ നിന്നും ചീഞ്ഞു പോകുന്നതിൽ നിന്നും വസ്തുവിനെയോ മനുഷ്യനെയോ ജന്തുവിനെയോ എന്തിനെയോ ഒന്ന് ഉദ്ധരിക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. But restoration is putting it back in the position from where it is fallen. പക്ഷേ യഥാസ്ഥാപനം എന്ന് പറയുന്നത് ഒരു വസ്തു ഒരു വ്യക്തി എവിടെ നിന്നും വീണുവോ അവിടെ തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ്. You can redeem someone, but at the same time you need not be restore him. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ആ വ്യക്തി പൂർവ്വസ്ഥിതിയിൽ എവിടെയായിരുന്നോ അവിടെ സ്ഥാപിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. You can forgive his failures. അവന്റെ പരാജയങ്ങളെ ക്ഷമിക്കുവാൻ കഴിഞ്ഞേക്കാം. His sins. അവന്റെ പാപങ്ങളെ you can forgive his sins. നിനക്ക് അവന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിഞ്ഞേക്കാം. And you can redeem him from that position. ആ ഒരു അവസ്ഥയിൽ നിന്നും അവനെ ഉദ്ധരിച്ച് വീണ്ടെടുക്കുവാനും കഴിഞ്ഞേക്കാം. But you don't trust him to restore him in the old position now. പക്ഷേ അവന്റെ പൂർവ്വസ്ഥിതിയിൽ അവനെ അവരോധിക്കുവാൻ ഒരിക്കലും നിങ്ങൾക്ക് അവന്റെ മേൽ അത്രമാത്രം വിശ്വാസം കാണുകയില്ല. You don't trust him to put him back over there. അവനെ പൂർവ്വസ്ഥിതിയിൽ അവരോധിക്കുവാൻ നിങ്ങൾക്ക് അവനിൽ അത്രമാത്രം വിശ്വാസം കാണുകയില്ല. If you turn with me to the book of Ephesians, എഫേസ്യ ലേഖനത്തിലേക്ക് തിരിയുമ്പോൾ there we read a passage like this. അവിടെ നാം ഇങ്ങനെ ഒരു വേദഭാഗം വായിക്കുന്നു. God has given apostles, pastors, teachers, evangelists to the church. സഭയ്ക്ക് ദൈവം അപ്പോസ്തലന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വേദഭാഗം വായിക്കുന്നു. For what purpose? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാകുന്നു? To restore them. അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന്. To restore them. അവരെ യഥാസ്ഥാപനപ്പെടുത്തേണ്ടതിന്. What does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? To put them back in the position to function its original purpose. അതിന്റെ ആദിമമായി അവർ ഏത് ഉദ്ദേശത്തിന് വേണ്ടി അവരെ സൃഷ്ടിച്ചുവോ അതേ അവസ്ഥയിലേക്ക് അവരെ പുനഃസ്ഥാപിക്കേണ്ടതിന് വേണ്ടി. If my hand has been fallen away from the shoulder cap, എന്റെ ചുമലിൽ നിന്നും എന്റെ കൈ അടർന്നു മാറി എന്നിരിക്കട്ടെ. it has been നമ്മൾ സാധാരണ പറയാം കുഴ തെറ്റാന്ന് പറയല്ലേ അല്ലേ? ഉളുക്കല്ല, കുഴ തെറ്റാണ്. It has fallen away from that socket. അത് ഇരിക്കേണ്ട ഇടത്തിൽ നിന്നും തെറ്റിമാറുന്ന ഒരു അവസ്ഥ. I have my hand now. ഇപ്പോൾ എനിക്ക് കൈയുണ്ട് യഥാർത്ഥത്തിൽ. But I cannot use it now. പക്ഷേ എനിക്ക് അതിനെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. I have great pain. എനിക്ക് വളരെ വേദനയുണ്ട്. I'm not handicapped. I have hand now. ഞാൻ വികലാംഗനല്ല, പക്ഷേ എനിക്ക് വേദനയുണ്ട്. But I cannot function with this hand. പക്ഷേ മുൻപ് ഉപയോഗിച്ചിരുന്നത് പോലെ ഈ കൈകളെ എനിക്ക് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുവാൻ സാധ്യമല്ല. My hand is not functioning in the proper way it is supposed to function. യഥാർത്ഥത്തിൽ ഈ കൈ എങ്ങനെ പ്രവർത്തിക്കണമോ അതേ വിധത്തിൽ ഇപ്പോൾ ഈ കൈ കൊണ്ട് എനിക്ക് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. It is not functioning the way it was functioning. മുമ്പ് അത് എങ്ങനെ പ്രവർത്തിച്ചിരുന്നുവോ അവണ്ണമല്ല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Now I go to a doctor. അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. The doctor examined my hand. എന്റെ കൈയെ ഡോക്ടർ പരിശോധിക്കുന്നു. And now he puts it back into the position. അതിനുശേഷം ആ ഡോക്ടർ ആ കൈ മുമ്പ് എവിടെയായിരുന്നുവോ അതേ അവസ്ഥയിലേക്ക് തിരികെ വെക്കുന്നു. Now my hand is restored. ഇപ്പോൾ എന്റെ ഈ കൈ യഥാസ്ഥാനപ്പെട്ടു. It is back to the position. അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. I can write with this hand. എനിക്ക് ഈ കരങ്ങളെ ഉപയോഗിച്ച് എഴുതാം. I can drive with my hand. എനിക്ക് ഈ കരങ്ങളെ കൊണ്ട് വണ്ടി ഓടിക്കാം. I can take heavy things with my hand. ഭാരമേറിയ വസ്തുക്കളെ എനിക്ക് എടുക്കാം. Why? എന്തുകൊണ്ട്? It is restored back to the position. അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലാക്കപ്പെട്ടു. Dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, that's what Bible says. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, when you are not only saved, നിങ്ങൾ കേവലം രക്ഷിക്കപ്പെടുക മാത്രമല്ല, you are not only
redeemed, നിങ്ങൾ വീണ്ടെടുക്കപ്പെടുക മാത്രമല്ല, you are restored നിങ്ങൾ യഥാസ്ഥാനപ്പെടുക കൂടി to the ചെയ്തു. plan and purpose of God. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി. And you are restored to function, to do the plan and purpose of God in your life. ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഉദ്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ടതിന് ദൈവഹിതത്തിനൊത്തവണ്ണം നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടു. That is what the Father has done over here. അതാണ് ഈ ഉപമയിൽ ആ പിതാവ് ചെയ്തത്. When the son came back to the father's house, ഈ മകൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ with repentance and tears, അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ, with confession and acknowledgement, ഏറ്റുപറച്ചിലോടും പാപക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവത്തോടെ, the father not only forgiven his sins, ഈ പിതാവ് അവന്റെ പാപങ്ങളെ കേവലം ക്ഷമിക്കുകയല്ല ചെയ്തത്, not only redeemed him for not being destroyed again, അവൻ വീണ്ടും നാശത്തിലേക്ക് നിബന്ധിക്കാതിരിക്കേണ്ടതിന് അവനെ ഉദ്ധരിക്കുക വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്തത്, but restored him back into the position. പക്ഷേ ആ ഭവനത്തിൽ അവൻ എന്തുണ്ടായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് അവനെ പുനരുദ്ധരിച്ചു. Put him back into sonship. തന്റെ പുത്രത്വത്തിലേക്ക് അവനെ ഉദ്ധരിച്ചു. And gave him royal garments. അവന് രാജകീയ അങ്കി കൊടുത്തു. Gave him rings. അവന് മോതിരം കൊടുത്തു. Gave him sandals. അവന് ചെരുപ്പ് കൊടുത്തു. Gave him good food. നല്ല ഭക്ഷണം കൊടുത്തു. And cherished and nourished him. വളരെ മെത്തരമായ സ്വാദിഷ്ടമായ ഭക്ഷണം And കൊടുത്തു. father became the advocate and defender for his son. അതിനുശേഷം തന്റെ പുത്രന് വേണ്ടി വാദിക്കുന്ന വക്കീലും ഉപദേഷ്ടാവുമായി മാറി. Now here you see the story of restoration. ഇവിടെ നാം കാണുന്നത് യഥാസ്ഥാപനത്തിന്റെ കഥയാകുന്നു. It is not only a story of redemption. ഇത് കേവലം ഒരു വീണ്ടെടുപ്പിന്റെ മാത്രം കഥയല്ല. It is true that he was redeemed before restoration. സത്യമാണ്, ഇവനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുന്നമേ ഈ പിതാവ് ഈ മകനെ വീണ്ടെടുത്തു. God's salvation plan doesn't end with the salvation and redemption. It ends with restoration. ദൈവത്തിന്റെ രക്ഷാപദ്ധതി പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെടുത്തുന്നതിൽ നിന്നും ഉദ്ധരിക്കുന്നതിൽ നിന്നും വീണ്ടെടുക്കുന്നതിലും മാത്രം പരിമിതമായ ഒന്നല്ല, അവിടുന്ന് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുക കൂടി ചെയ്യും. Every child of God is restored by our Father. എല്ലാ ദൈവ പൈതലും നമ്മുടെ സ്വർഗീയ പിതാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുന്നവരാണ്. You are not only a community which are saved, കേവലം രക്ഷിക്കപ്പെട്ട ഒരു വിഭാഗം മാത്രമല്ല നമ്മൾ, not only a community who are redeemed, വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടർ മാത്രമല്ല നമ്മൾ, we are put back into God's original plan. ദൈവത്തിന്റെ ആദിമയുള്ള അനാദിയായുള്ള ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അതേ പദ്ധതിയിലേക്ക് അവിടുന്ന് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുക കൂടെ ചെയ്യും. Whatever may be the plan of God when I was created, now I am restored and put back into that position so that that plan can be accomplished through my life. നിയമിക്കപ്പെട്ട നാളുകളിൽ എന്നെ കുറിച്ച് അവിടുന്ന് എന്ത് എഴുതിയിരിക്കുന്നുവോ അതേ ഉദ്ദേശത്തിലേക്ക് വേണ്ടി അവിടുന്ന് എന്നെ ഉദ്ധരിച്ച് യഥാസ്ഥാനപ്പെടുത്തും. Hallelujah. Hallelujah. He has put me back into the original plan and purpose. ദൈവത്തിന്റെ അനാദിയായുള്ള ഉദ്ദേശത്തിലേക്കും ലക്ഷ്യത്തിലേക്കും അവിടുന്ന് എന്നെ കൈപിടിച്ച് യഥാസ്ഥാനപ്പെടുത്തും. I am redeemed and restored to accomplish the plan of God in my life. ദൈവഹിതം എന്റെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വീണ്ടെടുത്ത് എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. So in this parable Jesus is teaching to the Jews, ഈ ഉപമയിൽ കൂടി യേശു യഹൂദന്മാരെ പഠിപ്പിക്കുകയാണ്. there is a restoration process. അവിടെ ഒരു യഥാസ്ഥാപന പ്രക്രിയ കൂടെ The ഉണ്ട്. son is restored to accomplish the plan and purpose of God. ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ ഉദ്ദേശത്തിനും നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി ഈ മകനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. It is true that he was a prodigal son. അവനൊരു ധൂർത്തുപുത്രനായിരുന്നു എന്നുള്ളത് പരമാർത്ഥം It തന്നെ. is true that he was lost. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു എന്നുള്ളത് It is യാഥാർത്ഥ്യം true തന്നെ. that he was dead. അവൻ മരിച്ചവനായിരുന്നു എന്നുള്ളത് വാസ്തവം. Now എന്നാൽ ഇപ്പോഴോ he is restored into my family. അവൻ എന്റെ കുടുംബത്തിലേക്ക് യഥാസ്ഥാനപ്പെട്ടു വന്നു. He is restored into my plans. അവൻ എന്റെ പദ്ധതിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തു. Now he is going to accomplish my plan and my purpose. ഇപ്പോൾ അവൻ എന്റെ ഉദ്ദേശത്തിനും എന്റെ ലക്ഷ്യത്തിനും രൂപീകൃതമായി തക്കവണ്ണം യഥാസ്ഥാപനം പ്രാപിച്ചു. So the prodigal son has a great testimony to share about his father. തന്റെ പിതാവിനെ കുറിച്ച് പങ്കുവയ്ക്കാൻ വളരെ ശ്രേഷ്ഠകരമായ സാക്ഷ്യം ഈ മുടിയനായ My പുത്രനുണ്ട്. father is a forgiving father. എന്റെ പിതാവോ അവിടുന്ന് ക്ഷമിക്കുന്ന പിതാവാകുന്നു. My father is a redeeming father. എന്റെ പിതാവ് വീണ്ടെടുക്കുന്ന And പിതാവാകുന്നു. my father is a restoring father. എന്റെ പിതാവോ അവിടുന്ന് എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന Oh, I പിതാവാകുന്നു. am back into the plan of God. ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തിരികെ നടന്നു. I am back into the purpose of ഞാൻ God. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണമായി തീർന്നു. God has put
God has put me back into his original plan and purpose. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള അനാദിയായുള്ള പദ്ധതിയിലേക്കും ലക്ഷ്യത്തിലേക്കും ദൈവം എന്നെ Just യഥാസ്ഥാനപ്പെടുത്തി. like this fallen hand has a great testimony to share to the, just like the fallen hand has a great testimony to share to the world. കുഴതെറ്റിയ കൈകൾക്ക് ലോകത്തോട് പറയുവാനുള്ള അതേ സാക്ഷ്യം പോലെ തന്നെ Oh, I am put back into my position. ഞാൻ എന്റെ പൂർവ്വസ്ഥിതിയിലായി എന്നുള്ള മെത്തരമായ ഒരു സാക്ഷ്യം. I am reconnected to the body. ഞാൻ ശരീരവുമായി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. No, if my hand is in that fallen position for a long time, കുറെ നാളത്തേക്ക് കുഴതെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ കൈ. day by day it's dying. ഓരോ ദിവസം ചെല്ലുന്തോറും അത് മരിച്ചുകൊണ്ടേയിരുന്നു. It is disconnected. അതെന്റെ ശരീരവുമായുള്ള ബന്ധത്തിൽ നിന്ന് It വിച്ഛേദിക്കപ്പെട്ടു. is not able to do the functions what it is supposed to do. ഈ കൈകളെ കൊണ്ട് എന്ത് ചെയ്യണമോ അതേ ദൗത്യം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. That's why the fellowship is very important. അതുകൊണ്ടാണ് പ്രിയരെ കൂട്ടായ്മ അത്രമാത്രം അർത്ഥവത്താണെന്ന് പറയുന്നത്. That's why the Bible says you should not ignore the assembly of God. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത് സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുതെന്ന്. If you are disconnected from the body, that disconnection will lead into death. നിങ്ങൾ ആ കൂട്ടായ്മയെ അലക്ഷ്യമാക്കി വെച്ച് കഴിഞ്ഞാൽ താമസമിന അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. There will be a spiritual death will happen into your നിങ്ങളിൽ life. ഒരു ആത്മീക നാശം ഉടലെടുക്കും. You will not be able to function the way that God has called you. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ എന്താഗ്രഹിച്ചിരുന്നുവോ അവണ്ണം പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമായി So തീരുകയില്ല. this morning the Holy Spirit is telling you, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് He is not only redeems you, അവൻ കേവലം നിങ്ങളെ വീണ്ടെടുക്കുക മാത്രമല്ല He ചെയ്തത്, puts you back. അവൻ നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കി. He connects you back to the body. അവൻ ദൈവസഭയോട് നിന്നെ ബന്ധിപ്പിച്ചു. Oh, the Son is connected back to the family of God. ഈ മുടിയനായ പുത്രൻ ദൈവ ഭവനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. He is connected back into sonship. പുത്രത്വത്തിലേക്ക് അവൻ കൂട്ടിച്ചേർക്കപ്പെട്ടു. My hand is connected back to the original position. കുഴതെറ്റിയ എന്റെ കൈ അതിന്റെ പൂർവ്വസ്ഥിതിയിലാക്കപ്പെട്ടതുപോലെ Now this hand is very thankful. ഇപ്പോൾ ഈ കൈകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. It can raise their hands now. He can raise whenever you come to the presence of God. This hand can be. I can raise my hands. ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെ ഈ കുഴതെറ്റിയ ഈ കൈകൾക്ക് യഥാസ്ഥാനപ്പെട്ട് കൈ ഉയർത്തുവാൻ സാധിക്കുന്നു. Previously, when it was fallen away from this position, ഈ കുഴതെറ്റിയ അവസ്ഥയിൽ മുൻപായിരുന്നപ്പോൾ it could not raise his hands. അവന് കൈകൾ ഉയർത്തുവാൻ സാധിച്ചിരുന്നില്ല. It's just a hang. It's a part of the body, but there's nothing, no good for it. ശരീരത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ കേവലം ഇങ്ങനെ ആട്ടുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. No good for it. ഒന്നിനും കൊള്ളാത്ത അവസ്ഥ. Dear brothers and dear പ്രിയ sisters, സഹോദര സഹോദരി, when you come back to God, നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ there is restoration. അവിടെ ഒരു യഥാസ്ഥാപനമുണ്ട്. There is restoration. അവിടെ ഒരു യഥാസ്ഥാപനമുണ്ട്. Redemption will end in restoration. വീണ്ടെടുപ്പ് അവസാനിക്കുന്നത് യഥാസ്ഥാപനത്തിലാകുന്നു. Hallelujah. ഹല്ലേലൂയ. Redemption is complete in restoration. വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നത് യഥാസ്ഥാപനത്തിൽ കൂടെയാണ്. So when the prodigal son came back to his house, മുടിയനായ പുത്രൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങി he വന്നപ്പോൾ did not give all these things and said, okay, now you got everything, go back to your wherever you want to go and you can leave. No, you have nothing, you have no relationship with this family. എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം മതി നീ തിരിച്ചു പോകാൻ, നിനക്ക് ഈ ഭവനുമായി യാതൊരു ബന്ധവുമില്ല എന്നല്ല അവിടെ നാം വായിക്കുന്നത്. Oh, he was restored back into the family. അവൻ ആ കുടുംബത്തിലേക്ക് അവനെ യഥാസ്ഥാനപ്പെടുത്തി. Reconnected with the family. തന്റെ കുടുംബവുമായി ബന്ധം That's പുനഃസ്ഥാപിച്ചു. why church fellowship is very important. അതുകൊണ്ടാണ് സഭയുടെ കൂട്ടായ്മ അങ്ങേയറ്റം പ്രാധാന്യം That is, അർഹിക്കുന്നത്. church is very important. അതുകൊണ്ടാണ് സഭയുടെ പ്രാധാന്യം. I don't know why God, Holy Spirit is leading me into that direction. എന്തുകൊണ്ടാണ് ആ ഒരു ദിശയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നതെന്ന് There are എനിക്കറിയില്ല. some people who are anti-church. ചിലർ സഭയ്ക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നവരുണ്ട്. They don't believe in church. അവർ സഭയിൽ വിശ്വസിക്കുന്നില്ല. They don't say, no, I am redeemed, that's I'm a part of the universal church of God. അവർ പറയുന്നത് ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ ആഗോള സഭയുടെ ഭാഗമായി പരിവർത്തിച്ചുകൊള്ളാം. Certainly not. നിശ്ചയമായുമല്ല. You need a family over here. നിനക്കൂടെ ഒരു കുടുംബം ആവശ്യമാണ്. You need brothers and sisters over here. നിനക്കൂടെ ആത്മീയ സഹോദരങ്ങളും സഹോദരികളും You ആവശ്യമാണ്. need pastors and prophets over here. നിനക്കൂടെ പ്രവാചകന്മാരെയും ഇടയന്മാരെയും You ആവശ്യമാണ്. need evangelists and teachers over here. നിനക്കൂടെ ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും You ആവശ്യമാണ്. need apostles over here. നിനക്കൂടെ പ്രവാചകന്മാരെ ആവശ്യമാണ്. So that you can be equipped to function in the calling that God has called you. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവം നിന്റെ ജീവിതത്തിൽ വിളിക്കൊത്തവണ്ണം പ്രവർത്തിക്കുവാൻ നീ പര്യാപ്തരായി Then തീരുകയുള്ളൂ. only you will be restored into the full nature. അങ്ങനെയെങ്കിൽ മാത്രമേ നീ നിന്റെ പൂർവ്വ പ്രകൃതത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തപ്പെടുകയുള്ളൂ. So dear brothers and dear sisters, this morning let me remind you once again. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഒരു കാര്യം This ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. prodigal son has a powerful story and testimony to tell about his father. തന്റെ പിതാവിനെ കുറിച്ച് ലോകത്തോട് പങ്കുവെക്കുവാൻ വളരെ അതിശയകരമായ ഒരു സാക്ഷ്യം ഈ മുടിയനായ പുത്രനുണ്ട്. He will say, my father is a forgiving father. അവൻ ഇങ്ങനെ പറയും, എന്റെ പിതാവുണ്ടല്ലോ അവിടുന്ന് ക്ഷമിക്കുന്ന പിതാവാകുന്നു, He's a redeeming father. അവിടുന്ന് വീണ്ടെടുക്കുന്ന പിതാവാകുന്നു. And now he's a restoring father. ഇപ്പോൾ അവൻ അതിനേക്കാൾ
മഹത്തരമായ ഒരു സാക്ഷ്യമുണ്ട്. എന്റെ പിതാവോ എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന പിതാവാകുന്നു. Restoring Father. എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന He പിതാവ്. put me back into my sonship. എന്റെ പുത്രത്വത്തിലേക്ക് എന്നെ കൈപിടിച്ച് പുനഃസ്ഥാപനത്തിന് ഏർപ്പെട്ട ദൈവം. With all the privileges and responsibilities. എല്ലാ ഉത്തരവാദിത്തങ്ങളോടും പദവികളോടും കൂടെ തന്നെ. So he says three things about his father now. തന്റെ പിതാവിനെ കുറിച്ച് അവൻ മൂന്ന് കാര്യങ്ങൾ പങ്കുവച്ചു. He's a forgiving father. അവിടുന്ന് ക്ഷമിക്കുന്ന പിതാവാകുന്നു. He's a redeeming father. അവിടുന്ന് വീണ്ടെടുക്കുന്ന പിതാവാകുന്നു. And he's a restoring father. അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന പിതാവാകുന്നു. And fourthly, he has something else to tell. നാലാമതായി അവന് നമ്മളോടൊന്ന് പറയുവാനുള്ളത്, He is full of joy and celebration. എന്റെ പിതാവ് എന്ന് പറയുന്നത് അവിടുന്ന് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും പരിപൂർണതയാകുന്നു. Amen. He is full of joy and celebration. അവിടുന്ന് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും പരിപൂർണതയാകുന്നു. My father is full of joy. എന്റെ പിതാവോ സന്തോഷത്തിന്റെ My പൂർണ്ണതയാകുന്നു. father is full of celebration. എന്റെ പിതാവോ ആഘോഷത്തിന്റെ പൂർണ്ണതയാകുന്നു. He is for joy and for celebration. അവിടുന്ന് ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ളതും ആർപ്പോടും കൂടിയിട്ടുള്ളതുമാകുന്നു. Hallelujah. Many Hallelujah. people think our God is a serious God. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഗൗരവക്കാരനാണെന്നാണ്. Oh, there is no joy on his face. അവന്റെ മുഖത്ത് ഒരിക്കലും സന്തോഷമില്ല. Oh, certainly not. നിശ്ചയമായും അതല്ല. Our God is a God of celebrations. നമ്മുടെ ദൈവമോ അവിടുന്ന് ആഘോഷങ്ങളുടെ ദൈവമാകുന്നു. Even for the Old Testament, even in the Israelites in the Old Testament, God gave some celebrations, festivals and celebrations. എന്തിനധികം പഴയ നിയമത്തിൽ ഇസ്രായേലർക്ക് ആഘോഷിക്കുവാനായി ഉത്സവങ്ങളെയും ആചാരങ്ങളെയും അവിടുന്ന് കൊടുത്തു. God gave them celebrations. ദൈവം അവർക്ക് ഉത്സവങ്ങളെ കൊടുത്തു. But the purpose of this celebration should be thanksgiving to God. പക്ഷേ ഈ ഉത്സവങ്ങളുടെയൊക്കെ ആന്തരികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി കരേറ്റുന്നതായിരിക്കും. Thanksgiving to God. ദൈവത്തോട് നന്ദി പറയുന്നതായിരിക്കും. Celebrate your birthday, invite all your friends and share them about how God was faithful all through the year or your life or over your married life. നിങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ നിങ്ങൾ ചർച്ചക്കാരെയും ചങ്ങാതിമാരെയും വിളിച്ചു വരുത്തി പറയുക, കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ദൈവം എന്നോട് വിശ്വസ്തനായിരുന്നു എന്ന്. Share your testimony with them. അവരോട് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പങ്കുവെക്കുക. Share the great things what God has done for your child. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങളെ അവരോട് പങ്കുവെക്കുക. During the wedding anniversary, call your friends and tell them how faithful God was in all the trials and struggles you went through. നിങ്ങളുടെ വിവാഹ വാർഷിക വേളയിൽ കടന്നു വരുന്ന ചങ്ങാതിമാരോടും ചാർച്ചക്കാരോടും പറയുക, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ, പ്രശ്നങ്ങളുടെ നാളുകളിൽ, പ്രയാസങ്ങളുടെ നാളുകളിൽ ഈ ദൈവം എത്രമാത്രം വിശ്വസ്തനായിരുന്നു. That's what we say in all these three parables. അതാണ് നാം ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഉപമയിൽ കൂടി കാണുന്നത്. That's what we see in all these three parables. ഈ മൂന്ന് ഉപമകളിലൂടെ നാം കാണുന്നത് ഇക്കാര്യമാണ്. A shepherd who is celebrating over what he received. താൻ എന്തു പ്രാപിച്ചുവോ അതിൽ ആഘോഷിക്കുന്ന ഒരു ഇടയനെ നാം A കാണുന്നു. woman who is celebrating when she got the coin back. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ തിരിച്ചു കിട്ടുമ്പോൾ അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്ന ഒരു സ്ത്രീയെ A കാണുന്നു. father who is celebrating his son's return. മരിച്ചവനായിരുന്ന തന്റെ മകനെ തിരിച്ചു കിട്ടിയ പിതാവിന്റെ ആഘോഷം നാം കാണുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദര in സഹോദരി, all these things we read that our father is a celebrating father and is full of joy. ഈ മൂന്ന് ഉപമകളിലൂടെ നാം നമ്മുടെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. നമ്മുടെ ദൈവമോ അവിടുന്ന് സന്തോഷത്തിന്റെയും ആർപ്പിന്റെയും ആഘോഷത്തിന്റെയും The Bible പരിപൂർണ്ണതയാകുന്നു. says, വേദപുസ്തകം പറയുന്നു, in his presence we have the fullness of joy. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണ്ണതയുണ്ട്. Hallelujah. Hallelujah. If we cannot rejoice in the presence of God, where else you can find joy? ദൈവസന്നിധിയിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ നിനക്ക് സന്തോഷിക്കുവാൻ സാധിക്കും? Bible says, വേദപുസ്തകം in പറയുന്നു, his presence there is fullness of joy. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണ്ണതയുണ്ട്. Fullness of joy. സന്തോഷത്തിന്റെ പരിപൂർണ്ണത, Fullness of joy. സന്തോഷത്തിന്റെ Your പൂർണ്ണതയുണ്ട്. father is initiating this joy. ഇവിടെ ഈ സന്തോഷത്തിന് തുടക്കമിടുന്നത് So പിതാവാകുന്നു. dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, the prodigal son will say, മുടിയനായ പുത്രൻ ഇങ്ങനെ പറയും, my father is full of joy and celebration. എന്റെ പിതാവോ അവിടുന്ന് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും He is പരിപൂർണ്ണതയാകുന്നു. full of joy and celebration. അവിടുന്ന് സന്തോഷത്തിന്റെയും ആർപ്പിന്റെയും Oh, I പൂർണ്ണതയാകുന്നു. never thought that he is full of joy. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രമാത്രം സന്തോഷം എന്റെ പിതാവിനുണ്ടാകുമെന്ന്. Oh, he allows me to rejoice in his presence. തന്റെ സന്നിധിയിൽ ഇത്രമാത്രം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നേ നിരൂപിച്ചില്ല. How many of you love to see your children come in front of you and cry all the time? നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന് എല്ലായ്പ്പോഴും കരയുവാൻ കാണുന്നത് ആഗ്രഹിക്കുന്നുണ്ട്? I don't know.
I have one son. I never want him to cry all the time whenever he comes before me. എനിക്കൊരു മകനേ ഉള്ളൂ. അവൻ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വന്ന് കരയുന്നത് കാണുവാൻ ഞാൻ ഒരിക്കലും I ആഗ്രഹിക്കുന്നില്ല. have 2 grandkids that I don't want them to cry in front of me. എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. അവരെല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വന്ന് കരയുന്നത് കാണുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നില്ല. want them to be happy and rejoice before me. എൻ്റെ മുമ്പാകെ അവർ എപ്പോഴും സന്തോഷിച്ചാർക്കുന്നത് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. That's even God. We are created in the image of God. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. If we have that type of nature, how much more our heavenly Father is. ദോഷികളായ നമ്മുടെ മനോഭാവം അത്തരത്തിലാണെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിന് എത്രമാത്രം സന്തോഷത്തിൽ God says, സന്തോഷിക്കുന്നതാണ്. come and rejoice before me. ദൈവം പറയുന്നത് കടന്നു വന്ന് തിരുസന്നിധിയിൽ സന്ദോഷിക്കുക, ആനന്ദിക്കുക Come and എന്നാണ്. rejoice. കടന്നു വന്ന് സന്തോഷിക്കുക, Come and rejoice. കടന്നു വന്ന് ആനന്ദിക്കുക, Come and rejoice. കടന്നു വന്ന് സന്തോഷിക്കുക. In His presence there is fullness of joy. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണ്ണതയുണ്ട്. Hallelujah. 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 So the prodigal son will say, മുടിയനായ പുത്രൻ ഇങ്ങനെ പറയും, my father, എന്റെ പിതാവ് I never thought that he has that much joy. ഇത്രമാത്രം സന്തോഷത്തിന്റെ ആൾ രൂപമാണ് എന്റെ പിതാവെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. I never thought that he will make such a big celebration out of me. എനിക്ക് വേണ്ടി ഇത്രമാത്രം വലിയൊരു സദ്യ എന്റെ പിതാവ് ഒരുക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. He's full of joy. അവിടുന്ന് സന്തോഷത്തിന്റെ And പൂർണ്ണതയാകുന്നു, full of celebration. ആഘോഷത്തിന്റെ പരിപൂർണ്ണതയാകുന്നു. Hallelujah. Hallelujah. What do you have to tell about your heavenly Father? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? Hallelujah. I have shared 4 things now. ഇതിനോടകം തന്നെ 4 കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചു. Fifthly, അഞ്ചാമതായി he will say, അവൻ ഇങ്ങനെയാണ് പറയുക, he is full of love and compassion. ആർദ്രതയും സ്നേഹവും നിറഞ്ഞവനായ പിതാവ്. My Father is full of love and compassion. എന്റെ പിതാവോ സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ആൾ രൂപമാകുന്നു. Hallelujah. Hallelujah. I don't know what do you think about your God. എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. He opened my eyes. അവൻ എന്റെ കണ്ണുകളെ തുറന്നു. And he showed me that he is full of love and compassion. എന്റെ കണ്ണുകളെ തുറന്ന് സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും അലകടലാണ് എന്റെ പിതാവെന്ന് എന്നെ കാണിച്ചു തന്നു. He's just looking for an opportunity so that he can show his compassion towards me. ഒരവസരം എന്റെ ജീവിതത്തിൽ അവസരങ്ങൾ ലഭിച്ചപ്പോഴൊക്കെയും തന്റെ ആർദ്രത അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. എന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സലിവും അവന്റെ ആർദ്രതയും വെളിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ നോക്കി നടക്കുക എന്റെ പിതാവ്. That makes a big difference. അത് വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ്. He's just looking for a chance to show his love and his compassion into my life. എന്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണയെയും അവിടുത്തെ ദയയെയും മനസ്സലിവിനെയും പ്രകാശിപ്പിക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് അവസരം അന്വേഷിച്ച് നടക്കുകയാണ്. Now the prodigal son will say, ഇപ്പോൾ മുടിയനായ പുത്രൻ ഇങ്ങനെയാണ് പറയുക, my father എന്റെ പിതാവ് is full of love and compassion. അവിടുന്ന് പൂർണ്ണമായും സ്നേഹത്തിൽ അധിഷ്ഠിതവും മനസ്സലിവും ഉള്ളവനാകുന്നു. There is none like him. അവിടത്തെ പോലെ മറ്റാരുമില്ല. There is none like him. എന്റെ പിതാവിനെ പോലെ മറ്റാരുമില്ല. When the prodigal son says this great testimony, ഈ മഹത്തായ ഒരു സാക്ഷ്യം മുടിയനായ പുത്രൻ പറയുന്നു. there is another son outside the house. ഭവനത്തിന് പുറത്ത് ഇനി വേറൊരു മകനുണ്ട്. What is the testimony inside the house? ഭവനത്തിനകത്തുള്ളവന്റെ സാക്ഷ്യം എന്താകുന്നു? My father is so loving, compassionate, merciful, joyful and celebrate. വീട്ടിനകത്തുള്ളവന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ പിതാവോ അവിടുന്ന് സ്നേഹത്തിന്റെ പൂർണ്ണതയും സന്തോഷത്തിന്റെ പൂർണ്ണതയും മനസ്സലിവുള്ളവനും സ്നേഹവും ഉള്ളവനാകുന്നു എന്നാണ്. There is another son standing outside the house. വീട്ടിന് പുറത്ത് മറ്റേ മകൻ നിൽക്കുന്നുണ്ട്. What is he telling? എന്താകുന്നു അവന്റെ സാക്ഷ്യം? കണ്ണിച്ചോരയില്ലാത്തവനാ. Doesn't show any mercy to him. ഇന്ന് വരെ എന്നോട് ഒരു കരുണയും കാണിച്ചില്ല. Hasn't given even a single lamb to celebrate with my friends. എന്റെ കൂട്ടുകാരോട് കൂടി ആഘോഷിക്കാൻ ഒരു കുഞ്ഞാടിനെ പോലും അവൻ തന്നില്ല. What type of father is he? എന്തപ്പനാണ്? Every day he will ask me to go and work. I do all the work, but he never gives anything to me. എല്ലായ്പ്പോഴും എന്നോട് ജോലി ചെയ്യുക എന്ന് മാത്രം പറയുന്നു. ആഘോഷിക്കാൻ ഒരു ആടിനെ പോലും തന്നില്ല. രണ്ടും ഒരപ്പന്റെ മക്കള് തന്നെ. Both are from the same father. ഒരേ അപ്പന്റെ മക്കൾ. But the other son says, പക്ഷേ വീട്ടിന് പുറത്തുള്ള മറ്റേ മകൻ, no, he's not like that. അവൻ ഒരിക്കലും ഇതുപോലുള്ള സാക്ഷ്യമല്ല പിതാവിനെ കുറിച്ചുള്ളത്. We are looking into the testimony of the prodigal son. നാം മുടിയനായ പുത്രന്റെ സാക്ഷ്യത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. He says, my father is full of love and compassion. അവൻ പറയുകയാണ്, എൻ്റെ പിതാവ് സ്നേഹവും മനസ്സലിവുമുള്ള പിതാവാകുന്നു.